ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഡേവിഡ്. ഇദ്ദേഹമാണ് ന്യൂസ് TV ബോസ്. ബ്രൂസ് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്. ഒരു ദിവസം ലണ്ടനിലേക്ക് ഒരു ചെന്നായ മനുഷ്യനെത്തുന്നു. അത് മീനയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ബ്രൂസ് രക്ഷിക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും അദ്ദേഹം ഹോസ്പിറ്റലിലാകുകയും ചെയ്യുന്നു. തുടർന്നുള്ള ദിവസം അദ്ദേഹത്തിന് വല്ലാത്ത ശരീരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. പൂർണ്ണചന്ദ്രനുള്ള ഒരു ദിവസം ബ്രൂസ് ചെന്നായയായി മാറുന്നു. തുടർന്ന് മറ്റു ചെന്നായുമായി യുദ്ധം ചെയ്ത് അതിനെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് മീനയും ബ്രൂസ് തമ്മിൽ വിവാഹിതരാകുന്നു. ശേഷം ഒരു വാമ്പയർ മീനയെ ആക്രമിക്കുന്നു. വാമ്പയറിൽ നിന്ന് മീനയെ പ്രൊഫസർ വില്യംസ് രക്ഷിക്കുന്നു. തുടർന്ന് ബ്രൂസ് വില്യമിൻ്റെ ഡ്രൈവറായി അവിടെ ജോലി ചെയ്യുന്നു. എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഡേവിഡ്സിന്റെ ലാബിലെത്തണം. നമുക്ക് വേഗം പുറപ്പെടാം. സാർ, ഒരു ന്യൂസ് കിട്ടി. എന്ത്? മംഗോളിയയിൽ ഒരു വൃദ്ധനെ കാണാനില്ല. എങ്ങനെയാണ് അയാൾ മിസ്സായത്? ആർക്കും അതിന് ഉത്തരം കിട്ടിയില്ല. ശരി, നമ്മുടെ ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഓക്കെ സാർ. ഈ ന്യൂസ് ആദ്യം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാം. എല്ലാവരും വേഗം പുറപ്പെടൂ. നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഡേഞ്ചറസ് മിഷനാണ്. ഡെത്ത് ബോംബ് വളരെ അപകടകാരികളാണ്. നമ്മൾ എങ്ങനെ അതിനെ കണ്ടെത്തും? ഡെത്ത് ബോംബ് മുഴുവനായും മണ്ണിലേക്ക് പോകില്ല, കുറച്ച് ഭാഗം പുറത്തുണ്ടാവും. ഓക്കെ ബ്രൂസ്, വേഗം റെഡിയാകൂ. ഡേവിഡ്സ്, എന്താണ് നിങ്ങളുടെ പ്ലാൻ? അതിനെ കണ്ടെത്തി നശിപ്പിക്കണം. ഒരു ജീവിവർഗത്തെ മുഴുവനെ നശിപ്പിക്കണം. ഡെത്ത് ബോംബ് വളരെ അപകടകാരികളാണ്. ബ്രൂസ്, നിന്റെ ചേട്ടന്റെ കുട്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട്. ബ്രൂസ് ഇവിടെയില്ല, ഞാൻ മീനയാണ്. ശരി, ഞങ്ങൾ നോക്കിക്കൊള്ളാം. കുട്ടികൾ കുറച്ച് കുഴപ്പക്കാരാണ്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശരി, വേഗം റെഡിയാക്കൂ കുട്ടികളെ. എവിടെ പോയി അതിനെ കണ്ടുപിടിക്കും? തീർച്ചയായും അവ ഇവിടെ തന്നെ ഉണ്ടാകും. അതാ അവിടെ ഒരു ആട്ടിൻകൂട്ടം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വീണടുത്ത് നിന്ന് ആരും മൂവ് ചെയ്യരുത്. ഡെത്ത് ബോംബ് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമുക്ക് ബോംബുകൾ ഉപയോഗിക്കാം. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാവരും മാറിക്കൂ.